രാഹുൽ ഉഷർ, ഇവിടെ ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? സർക്കാരിന്റെ നിയന്ത്രണം എത്രയാണ്? വിജിലൻസിന്റെ റിപ്പോർട്ട് ഉണ്ടോ? കുറ്റക്കാർ ആരൊക്കെയാണ്? ഇതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത് വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന മുതലാണ്. അതിനപ്പുറം അവർ വിശ്വാസികൾ ആരാധനാപൂർവമായി തന്നെ കാണുന്ന വിഗ്രഹങ്ങളെ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നല്ല, ആ നിലയിൽ ആ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ ആരാധനാമൂർത്തികൾക്ക് നൽകുന്ന സംഭാവനയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, ഇവിടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സമർപ്പിക്കപ്പെട്ട വെള്ളിക്കട്ടകൾ ഉൾപ്പെടെ അത് റെക്കോർഡുകളിൽ പോലുമില്ല എന്ന് പറയുമ്പോൾ ഈ കാണിക്ക എണ്ണാൻ വരുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമായി ഇത് മാറുന്നുമില്ല. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, ആരൊക്കെയാണെന്ന് അറിയട്ടെ എന്നതുവരെ കാത്തിരിക്കേണ്ട വിഷയമാണോ ഇത്? ശബരിമലയുമായി ബന്ധപ്പെടുത്തി അയോധ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട്, സർക്കാരിന്റെ നിയന്ത്രണം, ഇതിനൊക്കെ അപ്പുറം ഇവിടെ രണ്ടിടത്തും ആരാധനാലയത്തിൽ കൊള്ള നടന്നിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ ഭക്തർ വിശ്വസിച്ചേൽപ്പിച്ച ആളുകളുമാണ്. അസിത, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വലിയൊരു ശ്രീരാമ ഭക്തനായിരുന്നു. അല്ലെങ്കിൽ സാരേ ജഹാംസെ വെച്ച് എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ പറയുന്നത് രാമൻ ഇമാമേ ഹിന്ദ്, ഇന്ത്യയുടെ തന്നെ ഒരു സ്പിരിച്വൽ ലീഡറോ സോഷ്യൽ ലീഡറോ എന്നൊക്കെയാണ്. ആ അർത്ഥത്തിൽ ശ്രീരാമ ജന്മഭൂമിയും ശ്രീരാമ ക്ഷേത്രവും ഒക്കെ വലിയൊരു സുപ്രീം കോടതിയിലടക്കം ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. ഞാൻ എന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസം തന്നെ ഞാൻ ബാബറി മസ്ജിദിന് പുതിയതായിട്ട് കിട്ടിയ സ്ഥലത്തും പോയി അവിടുത്തെ ആൾക്കാരെയും കണ്ടിരുന്നു. രാമക്ഷേത്രത്തിലും പോകാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. ഒരു വിശ്വാസിക്കും ഭക്തനും വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ്. പക്ഷെ നമ്മളിത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഈ വിഷയത്തിന്റെ സത്യവും മെറിറ്റും വെളിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, ഒരു കൺസ്ട്രക്റ്റീവ് സജഷനാണ്. നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ആശ്രമങ്ങൾക്കും എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഞങ്ങൾ വളരെ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷൻ ആയി വന്നത് എന്റെ ആപ്ലിക്കേഷനിൽ, എന്റെ ഡ്രൈവറിന്റെ പേരിൽ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷനിലാണ് ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരുന്നത്. അപ്പൊ ഭക്തർക്ക്, ആ ഡിനോമിനേഷനിൽ വിശ്വസിക്കുന്ന ഭക്തർക്ക് തങ്ങൾ കൊടുക്കുന്ന സംഭാവന, ദക്ഷിണ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ അമ്പലങ്ങളിൽ മെച്ചപ്പെട്ട, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ, ആശ്രമങ്ങളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ അതാത് വിശ്വാസികൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഇതൊരു പോസിറ്റീവ് സജഷനാണ്. ഈ വിഷയങ്ങളെ, സെൻസിറ്റീവായ വിഷയങ്ങളെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ എടുക്കുന്ന അർത്ഥമല്ല. ഞാനൊരു കാര്യം കൂടെ പറയാം. എനിക്കത് BJP അറസ്റ്റിനോട് പ്രത്യേകിച്ച് യാതൊരു അനുഭാവവും ഇല്ല. പക്ഷേ ധർമ്മസ്ഥലയിലെ വിഷയം നമുക്കറിയാം. അതായത് നമ്മുടെ കർണാടകത്തിൽ സംഭവിച്ചത്. ഞാനടക്കം ഒരുപാട് പേർ ആദ്യഘട്ടത്തെ എടുത്തു ചാടിയതാ. പിന്നീട് അവിടുത്തെ ഹെഡ്ഗെ അടക്കമുള്ള ആൾക്കാരെ കരിവാരിത്തേക്കാനായിരുന്നു. 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നും ഒരുപാട് രീതിയിൽ വാർത്തകൾ വന്നു. അപ്പൊ ആ 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടൊന്നും ഇല്ല, പിന്നീട് പലതും കള്ളം പറഞ്ഞതാണ്, വ്യക്തിവിരോധം തീർക്കാനാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ ഹെഡ്ഗെ അടക്കം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് എടുത്തു ചാട്ടാൻ പാടില്ല. എന്നാൽ ഒരു കാര്യം കറക്റ്റാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ തന്നെ വന്നതുപോലെ ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. ഇത് വരുന്ന ആരോപണത്തിന്റെ ഘട്ടമാണ്. പക്ഷേ ആരോപണം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അവിടെ 200 കോടി രൂപയുടെ സ്വത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിലോ കണക്കിന് സ്വർണ്ണോ അല്ല, ഒരു പൊന്നോ പൊടിയോ ഒരു പൊട്ടോ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ നിന്നോ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്നോ പോയാൽ അത് ഓരോ ഭക്തനും വേദനിക്കുന്നതാണ്. നിയമപരമായ തെറ്റുമാണ്. നമ്മുടെ നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം പോലും DTക്ക് അല്ലെങ്കിൽ ദേവതയ്ക്ക് ബാങ്ക് അക്കൗണ്ട് അടക്കം ഹോൾഡ് ചെയ്യാം. അതായത് ശ്രീരാമന്റെ സ്വത്താണിത് അല്ലെങ്കിൽ സ്വാമി അയ്യപ്പന്റെ സ്വത്താണിത്. ആ അർത്ഥത്തിലാണ് ഇന്ത്യൻ നിയമം പോലും കാണുന്നത്. അപ്പം കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് വന്നുകൂടാത്ത കോൺട്രവേഴ്സി ആയിരുന്നു. എന്തായാലും സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം അഖിലേഷ് യാദവ് അടക്കം അത് റേസ് ചെയ്തു. ഇപ്പൊ UP ഗവൺമെന്റ് അത് കൺസീഡ് ചെയ്തുകൊണ്ടാണല്ലോ ഒരു SIT വരുന്നത്. ശ്രീ GV ഹരി പറഞ്ഞ പോലെ വ്യത്യസ്ത കണക്കുകൾ കേൾക്കുന്നു. 200 കോടിയാണ് ഏറ്റവും കുറവ് കേൾക്കുന്നത്. ചില ആൾക്കാർ 7.5 പറയുന്നു, ചില ആൾക്കാർ 500 1000 കോടിയും പറയുന്നു. അപ്പൊ എന്തായാലും അവിടെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിട്ടില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഇന്ത്യ ഒരുപാട് കാലത്തെ സമവായത്തിലൂടെയാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയത്. സുപ്രീം കോടതിയുടെ കൺസെൻസസ് ജുഡീഷ്യൽ സ്റ്റേറ്റ്മാൻഷിപ്പിലാണ് വന്നത്. ആ വിഷയത്തിന് പിന്നിൽ രാഷ്ട്രീയ സാമുദായിക മാനങ്ങളുണ്ട്. അപ്പോ അത്തരം സെൻസിറ്റീവായ വിഷയങ്ങളെ നമ്മൾ ടച്ച് ചെയ്യാതെ അമ്പലങ്ങളുടെ ലാർജർ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി പോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അമ്പലങ്ങൾക്ക് ബെറ്റർ ടെമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാക്കുകയും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരികയും ചെയ്യണം. ഇതാണ് പോസിറ്റീവായി ചെയ്യേണ്ടത്. അതിന്റെ പേരിൽ ശ്രീരാമനെ വീണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കുന്നത് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.